രാവിലെ എഴുന്നേറ്റ പോലെ നല്ല തലവേദനയായിരുന്നു. അപ്പോൾ വെറുതെ ഇരുന്നിട്ട് ഒരു ഭയങ്കര മൂഡ് ഓഫ് പോലെ തോന്നിയപ്പോൾ എന്നാൽ പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കബോർഡും കിച്ചണും ഒക്കെ ക്ലീൻ ചെയ്തപ്പോൾ കുറച്ച് പാത്രങ്ങൾ കിട്ടി. അങ്ങനെ പഴയ പാത്രമൊക്കെ കൊടുത്ത് തട്ടി കുറച്ച് പുതിയത് മേടിക്കാമെന്ന് വിചാരിച്ച് വന്നു. മെയിനായിട്ട് എൻ്റെ പുട്ടുകുടം, ഇടിയപ്പത്തിൻ്റെ സേവനാഴി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു മേടിക്കാനുള്ളത്. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇതൊന്നും വാങ്ങിച്ചിരുന്നില്ല. എൻ്റെ 2 അമ്മമാരുടെയും പാത്രങ്ങളും പഴയതും ഒക്കെയാണ് ഞാനിപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ 1, 2 എണ്ണം മേടിക്കാമെന്ന് വിചാരിച്ച് വന്നു. ഒരു സേവനാഴി എടുത്തു, ഒരു പുട്ടുകുടം എടുത്തു, പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ മേടിച്ചു. എല്ലാം കാണിച്ചു തരാം. അങ്ങനെ വരുന്ന വഴിക്ക് പള്ളിയിൽ പെരുന്നാളൊക്കെ ഉണ്ടായിരുന്നു. നേരെ ചെറിയൊരു വിശപ്പ് തോന്നിയപ്പോൾ ഒരു ചെറിയ സ്നാക്ക് അടിക്കാൻ വേണ്ടിയും ജ്യൂസ് കുടിക്കാൻ വേണ്ടിയൊക്കെ കയറി. കാറെടുത്തിട്ട് ടൗണിലേക്ക് വന്നാൽ ഒന്നിച്ചെല്ലാം കൂടെ മേടിച്ചിട്ടങ്ങ് പോവും. അപ്പോൾ കുറച്ച് പലവ്യഞ്ജനവും സാധനങ്ങളും ഒക്കെ മേടിച്ചു. പിന്നെ പോയത് എനിക്കൊരു ചവിട്ടി വാങ്ങാനുണ്ടായിരുന്നു കിച്ചണിലേക്ക്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പം പുതിയൊരു ചവിട്ടി ഇടാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചു. നല്ല നീളത്തിൽ കിച്ചൺ മാറ്റ് ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ച അതേ പാത്രങ്ങൾ ഇവിടെ കണ്ടപ്പോൾ അതിൻ്റെ റേറ്റ്സൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു. നമുക്ക് കിട്ടിയത് തന്നെയായിരുന്നു ലാഭത്തിൽ. പിന്നെ അതെല്ലാം മേടിച്ചു. നേരെ അമ്മാളിനെയും പിക്ക് ചെയ്ത് വീട്ടിലേക്ക് വന്നു. ഈ 3 ഡബ്ബ മേടിച്ചു. അരിയൊക്കെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടി. പിന്നെ ഈ പുട്ടുകുടം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടെ വലുതാണ്. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കുമ്പോൾ അമ്മാൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ അത് ആ പുട്ടുകുടം അത് ഹാൻഡിലുള്ള ടൈപ്പാണ്. ഒരിക്കൽ എൻ്റെ കയ്യിൽ നിന്ന് പുട്ടുകുടം വീണ് കാലിൽ പൊള്ളിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പിടുത്തമുള്ളത് തന്നെയാണ് വാങ്ങിച്ചത്. പിന്നെ വാങ്ങിച്ചതാണ് സേവനാഴി. ഇതും എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇതുപോലെ തന്നെയാണെങ്കിലും ഇതിൻ്റെ താഴത്തെ പോർഷൻ ആ ചില്ല് പോർഷൻ ഊരി പോരുന്നതായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഫിക്സ് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഒരു ചീനച്ചട്ടി വാങ്ങിച്ചു. അതിനൊരു അടപ്പും ഒക്കെ മേടിച്ചു. ചെറിയൊരു കയ്യിലും നമ്മുടെ തവി അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചത്. കൊടുത്ത പാത്രത്തിന് വലിയ വിലയൊന്നും കിട്ടിയില്ലെങ്കിലും കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടി. അങ്ങനെ പിന്നെ ഈ മാറ്റ് കിച്ചണിലേക്കും കൂടെ മേടിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ.